وما توفيقي إلا بالله عليه توكلت وإليه أنيب صدق الله مولانا العظيم. അഭിവന്ദരായ അരിയല്ലൂർ ഉസ്താദ് അവറുകളെ, ഓണംപള്ളി ഉസ്താദ് അവറുകളെ, സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, പ്രവർത്തകരെ, ഓൺലൈനിൽ ഇത് വീക്ഷിക്കുന്ന പ്രേക്ഷകരെ, വളരെ മഹത്തായ ഒരു ആദർശ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അർഹമുർ റഹീമായ ജല്ല ജലാലായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി പെരുമാറട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി കേരളീയ ജനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തൊട്ടാകെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി ആവുന്നതൊക്കെ ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അല്ലാഹു അത് ശക്തിപ്പെടുത്തുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ്. അതേ സമയത്ത് നിങ്ങൾ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോഴോ നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാവണം. പൊതുപ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് കളവ് പറയുന്ന ആളുകൾ ഉണ്ടാകും, അസത്യത്തിന്റെ വക്താക്കൾ ഉണ്ടാകും. അവരെ കൂടെ നിങ്ങൾ ഒരിക്കലും പോകരുത്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സത്യവാന്മാരെ കൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലാഹു അങ്ങനെ നിലനിർത്തി പെരുമാറാകട്ടെ. ഇത് ഇവിടെ തഖ്വ കൊണ്ട് മുറുകെ പിടിക്കാൻ അല്ലാഹു പറയുമ്പോൾ സൂറത്ത് മാഇദയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഖുർആൻ പറഞ്ഞത്, ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടണം. മാധ്യമങ്ങൾ മുഖേന, മീഡിയേറ്ററുകൾ മുഖേന നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഈ മീഡിയേറ്റർ? തഫ്സീർ റൂഹുൽ ബയാൻ എഴുതുന്നു, മശായിഖുത് ത്വരീഖ വ ഉലമാഉൽ ഹഖീഖ, ത്വരീഖത്തിന്റെ മശായിഖന്മാർ, ഹഖീഖത്തിന്റെ ഉലമാക്കൾ, അവരാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വസീല എന്ന് ഇസ്മാഈലുൽ ഫറൂസവി റൂഹുൽ ബയാനിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തഖ്വ വേണം. ത്വരീഖത്തിന്റെ മശായിഖന്മാര് മുഖേന അല്ലാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ അടുക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ആദ്യം ഓതിയത് തഖ്വയോടെ ജീവിക്കുക, സത്യം പറയുന്നവരോടൊപ്പം ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. രണ്ടാമത് പറഞ്ഞത് തഖ്വയോടുകൂടെ ജീവിക്കുക, മശായിഖന്മാരുടെ റൂട്ടിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഇതല്ലേ അല്ലാഹു പറഞ്ഞത്? അപ്പൊ മശായിഖന്മാരുടെ റൂട്ടിലൂടെ സഞ്ചരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നോക്കാം, ഏതാണ് മശായിഖന്മാരുടെ റൂട്ട്, ആരാണ് മശായിഖന്മാരുടെ റൂട്ടിലുള്ളത്? ഇത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് കീശേരി സ്ഥലത്തിന്റെ പേര് കുഴിഞ്ഞോളം. ഈ സ്ഥലം മുമ്പേ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ഥലമാണ്.
മശായിഖന്മാർക്കെതിരെ ആദ്യമായി ഇബ്ലീസ് വന്നത് ഈ നാട്ടിലാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടിയത്. ആണോ? അല്ലേ? അള്ളാഹു അത്തരം ഇബ്ലീസുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കി തരുമാറാകട്ടെ. അപ്പോ എന്താണ് വിഷയം? തഫ്സീർ റൂഹുൽ ബയാൻ എഴുതുന്നു, ഇബ്തഗൂ ഇലൈഹിൽ വസീല, വസീല മുഖേന അള്ളാഹുവിലേക്ക് അടുക്കണം, മശായിഖന്മാര് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന്. അഥവാ നിങ്ങൾ ത്വരീഖത്തിലൂടെ ഹഖീഖത്തിന്റെ ഉലമായിലൂടെ മുന്നേറണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ സമയത്ത് നോക്ക്, നിങ്ങൾ മശായിഖന്മാരെ ത്വരീഖത്തിനെ പാടെ അവഗണിച്ചുകൊണ്ടാണ് സമസ്തയുടെ മറുഭാഗത്തുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. പുറത്തുള്ള എന്റെ സ്നേഹിതന്മാരെ, ഇത് നിങ്ങൾ ലൈവായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കി, ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, എനിക്കത് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അങ്ങനെ കുറെ സമീപ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പ്രത്യേകിച്ച് അവിടുത്തെ തരീക്കത്ത് ഇവിടുത്തെ തരീക്കത്ത് പല തരീക്കത്തും. ഈ തരീക്കത്ത് മുഴുവൻ ഇവർ ചെലവാക്കുന്നത് നിസ്വാർത്ഥനായ ആടിനെയാണ് കൊണ്ടുപോകും. കള്ളം പറഞ്ഞിട്ട് എന്ത് സമ്മേളനമുണ്ട്. തങ്ങളുടെ തരീക്കത്തിന് ഞാൻ തിന്നുന്നില്ല, തങ്ങളുടെ തരീക്കത്ത് അയക്കാതെ തരീക്കത്താണെങ്കിൽ ഞാൻ തരുന്നുണ്ട്. ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, തരീക്കത്താണെങ്കിലും ഞാൻ തരുന്നുണ്ട്. ഈ തരീക്കത്ത് ചെലവാക്കാനായി ചോദിക്കുന്നുണ്ട്. ഏത് ത്വരീഖത്ത് ചെലവാക്കാൻ? ഹക്കായ ത്വരീഖത്ത് ചെലവാക്കുക എന്നുള്ള പേടിണ്ടായതുകൊണ്ട് ഞാൻ വരൂല. അപ്പൊ ത്വരീഖത്ത് ഹക്കാണെങ്കിലും നമുക്ക് വേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അദ്ദേഹത്തിന് മറുപടി അദ്ദേഹം തന്നെ എഴുതുകയാണ്. വ്യാജന്മാരെ എടുത്തുകാട്ടി ത്വരീഖത്തിനെ തന്നെ നിഷേധിക്കുന്നവരുണ്ട്. ആര്? അതന്നെ. വ്യാജ ത്വരീഖത്തുകാരും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും ദീനിന്റെ ശത്രുക്കൾ. മുസൈലിമത്തുൽ കദ്ദാബിനെ ചൂണ്ടി പ്രവാചകന്മാരെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണിത്. ഇത്തരക്കാരെയും തുറന്നു കാണിക്കണം. അതാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികൾ എന്ന് സ്വയം എഴുതി വെക്കുകയാണ്. ഹക്കായ ത്വരീഖത്തിനെ വിമർശിക്കുകയാണ്. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു പുസ്തകം തന്നെ. സാധാരണ എല്ലാ പുസ്തകങ്ങൾക്കും നീല ചട്ടേനെ എഴുതുന്നത്, പക്ഷെ ഇതിന് ചുവപ്പ് ചട്ട ഇട്ടത് സ്വാലിഹീങ്ങളെ ചോര കൊടുക്കുന്ന പുസ്തകമായതുകൊണ്ടാണ്. അത്രത്തോളം മഹാന്മാരെ ഇതിൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിനെ കമ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിനോടാണ്. അത് നോക്കരുതെന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതി വച്ചിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? എന്നിട്ട് ഇദ്ദേഹം ഈ ബുക്കിന്റെ തുടക്കത്തിൽ എഴുതുകയാണ്. ബുക്കിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുകയാണ്, ഈ പുസ്തകം മലയാള സാഹിത്യത്തിൽ ത്വരീഖത്ത് ഒരു സമഗ്ര പഠനം എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഇടമേത് എന്നത് പരിഗണിച്ചിട്ടില്ല. ഇതിന്റെ ഇടം ചവറ്റുകൊട്ടയാണ്, വേറെ ഇടമില്ലതിന്. കാരണം ഹക്കായ ത്വരീഖത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ എന്ത് റോളാണുള്ളത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, ഇബ്തഗൂ ഇലൈഹിൽ വസീല, ത്വരീഖത്തിന്റെ മശായിഖന്മാരിലൂടെ അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാ. ആ നസ്സിനെതിരാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇത് ചില്ലറ കേസാണോ? അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, ഹക്കായ ത്വരീഖത്ത് ചെലവാകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളാരാ? നിങ്ങൾ പേടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ വരുന്നതിന്റെ കൂടെ ഹക്കായ ത്വരീഖത്ത് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ടോ ഈ പുസ്തകത്തിന് സാധാരണ മൂപ്പർ എല്ലാ ബുക്കിനും അവതാരിക എഴുതാന്. പക്ഷെ ഇങ്ങനൊക്കെ പറയുകയാണെങ്കിലും ഇയാൾക്ക് ത്വരീഖത്ത് ഉണ്ടോ? ഇപ്പൊ ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാനില്ല, അത് ചെലവാക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്, ഫത്താവ ദഹബിയ. എന്താ സംഭവം എന്നറിയോ?
പൊൻ മല എന്നിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ഫതാവ ദഹബിയ്യ ഉണ്ടാക്കിയത്. നമ്മളെ എയർപോർട്ടുള്ള സ്ഥലമാണെങ്കിൽ എങ്ങനെ ആയിരിക്കും നിസ്ബ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇരിക്കട്ടെ. അപ്പോ ഈ ഫതാവ ദഹബിയ്യ ശ്രദ്ധിക്കണം. ഇത് ഫതാവ മുഹിയ്യസുന്ന എന്ന് പറഞ്ഞ ആദ്യം മലയാളത്തിൽ ഒരു ഗ്രന്ഥം ഇറക്കിയിരുന്നു. അത് മാക്സിമം സ്റ്റോക്ക് തീർന്നപ്പോ അതെന്നെ അങ്ങ് അറബിയിലാക്കിയിട്ട് പുതിയ പേരിട്ട് ഫതാവ ദഹബിയ്യ. ഇതിന്റെ ഒരു വാളെ ഇറങ്ങിയിട്ടുള്ളൂ, രണ്ടാം വാളെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിങ്ങനെ പൊളിഞ്ഞില്ലേ? ഇത് കള്ളി പൊളിച്ചതാക്കിയില്ലേ നമ്മള്? ഇത് ഞങ്ങള് സമസ്തന്റെ വേദിയിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഇത് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിന് തുടക്കത്തിൽ ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നു സാഹിബു ഹാദിഹിൽ ഫതാവ, ഈ ഫത്വയുടെ ആള് ഷാഫിഈയുൽ മദ്ഹബ്, മദ്ഹബൊക്കെ ഷാഫിഈയാണ്. വ അശ്അരിയൽ മസ്ലക്, മുപ്പര റൂട്ട് അശ്അരിയൊക്കെ തന്നെയാണ്. വ ഖാദിരിയൽ മശ്റബ്, മുപ്പര മശ്റബ് ഖാദിരിയാണ്. ത്വരീഖത്ത് ഹക്കായ ത്വരീഖത്ത് വേണ്ടെങ്കിൽ ഇത് നിങ്ങൾ എവിടുന്ന ശുർബിയത്? ഈ മശ്റബ് നിങ്ങൾക്ക് എവിടുന്ന്, ഇത് എവിടുന്നാ നിങ്ങൾ ശുർബിയത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇപ്പൊ ഇദ്ദേഹം ഖാദിരിയത്ത് ശുർബിക്കണെന്നാ പറഞ്ഞത്, അതെവിടുന്നാ ശുർബിയത്? ആരാണ് നിങ്ങളെ ശൈഖ്? ഹക്കായ ത്വരീഖത്തിനെ എതിർക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മശായിഖന്മാരെ കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു കാണിക്കണമെന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. അങ്ങനെ ഇതുപോലെ തൽബീസ് ഇബ്ലീസ്, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അടക്കമുള്ള പല സൂഫിയാക്കളെയും വിമർശിച്ചുകൊണ്ടാണ് തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന ഒരു കിതാബ് ഇബ്നുൽ ജൗസി ഉണ്ടാക്കിയത്. ആ തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന കിതാബ് നോക്കരുത് എന്ന് നമ്മുടെ ഇമാമിയങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം എഴുതിയല്ലോ എന്റെ ത്വരീഖത്തൊരു തകർപ്പൻ പഠനം, ത്വരീഖത്തൊരു സമഗ്ര പഠനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം മലയാളത്തിൽ ഏത് ഇടമാണ് എന്ന് അറിയൂല. അതിന്റെ ഇടം ചവറ്റുകൊട്ട എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞതല്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു തൈമിയെ പരിചയപ്പെടുത്തുന്നു. ലഹു ഇഅ്തിറാദുൻ അലാ മുതഅഖിരി സൂഫിയ, സൂഫിയാക്കളെ വിമർശിക്കുന്ന കാണുന്നുണ്ടല്ലോ ഇബ്നു തൈമിയ. വലഹു ഫിഖ്ഹിലൊക്കെ അസാമാന്യ കഴിവുണ്ട്, പക്ഷേ സൂഫിയാക്കളെ എതിർക്കുന്നു. എന്ത് ചെയ്യണം? ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, വൽഹാസിലു അല്ലാ യുഖാമലി കലാമിഹി വസ്ലുൻ, അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാൻ പറ്റൂല. ബൽ യുർമാ ഫീ കുല്ലി വഅരിൻ വഹസൻ, അത് തോട്ടിക്കൊണ്ടുപോയി എറിയണമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി. എന്താ കാരണം? ലഹു ഇഅ്തിറാദുൻ അല സൂഫിയ, സൂഫിയാക്കളെ വിമർശിച്ചത് കൊണ്ട് ഇബ്നു തൈമിയയുടെ വാക്കിന് ഒരു വിലയും കൊടുക്കരുതെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിയയിൽ പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം കടുത്ത മശായിഖ് വിരോധിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി നോക്ക് നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതാരാ? സാധാരണ മൂപ്പര ബുക്കിന് ഒരു 3-4 ആളുകൾ അവതാരിക എഴുതും. കാന്തപുര എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതലുണ്ട്, സുലൈമാൻ മൂലർ എഴുതലുണ്ട്, അങ്ങനെ വേറെ പലരും ജാമിഉൽ മഅഖൂൽ വൽ മൻഖൂൽ എന്നൊക്കെ പറഞ്ഞുകാണ്ട് മൂപ്പരെ പറ്റിയിട്ട് അവതാരികൊക്കെ എഴുതലുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഉള്ളാളം തങ്ങൾ മാത്രം, വേറൊരാളും അവതാരിക എഴുതിയില്ല. ആ അവതാരിക എഴുതിയിട്ടില്ല. പക്ഷേ ആ അവതാരിക എഴുതിയതിന് അദ്ദേഹം നല്ല ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 249 പറയുകയാണ്, ഷെയ്ഖു തഅലീം ഷെയ്ഖു തബറുക്ക് കൂടിയാകാം. നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഷെയ്ഖു തഅലീം ഷെയ്ഖു തബറുക്ക് കൂടിയാകാം. സമീപകാലത്ത് വിട പറഞ്ഞ പലരും ഈ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. ഇനി നോക്കണം നിങ്ങൾ, ഇതിലില്ലാത്തവരാരൊക്കെ നിങ്ങൾ നോക്കണേ. വരക്കൽ സയ്യിദ് മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഷിഹാബുദ്ദീൻ ഷാലിയാത്തി, ചെറിയ മുണ്ടൻ കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, കൈപ്പറ്റ മമ്മക്കുട്ടി മുസ്ലിയാർ, കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ, കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, കുരിയാട് തേന മുസ്ലിയാർ,
ചാപ്പനങ്ങാട് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി, ഉസ്താദുൽ അസാത്തിദ് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. ശൈഖു തഅലീമും ശൈഖു തബറുക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ബഹുതാജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി എല്ലാ നിലക്കും തബറുക്കിന്റെ ശൈഖാവാൻ യോഗ്യനാണ്. അവതാരിക എഴുതിയതിന് നല്ല മുതലായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എവിടെ പോയി റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുന്തൂണ് എന്ന് പറയുന്ന ആള് എവിടെ പോയി? ഔലിയാക്കളുടെ മുഷാവറയിലെ പ്രധാന കണ്ണി എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ടിക്കറ്റ് കൊടുക്കുന്ന ആള് കാണുന്നില്ല. ഹറമിൽ ചെന്നാലും എത്ര തിരക്കുണ്ടെങ്കിലും എന്നെ കാണുന്നില്ലെങ്കിലും കാണാൻ യോഗ്യതയുള്ള ആള് ഇവിടെയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട ആള് കാണുന്നില്ല. നോക്കണേ നിങ്ങൾ, എന്താ അത് കൊടുക്കാത്തത്? അത് കൊടുക്കൂലേ, അവിടെയാണ് പ്രശ്നം. അതിന്റെ പേരിൽ അടി നടക്കുന്നത്. ആ അടിയുടെ വീഡിയോ ഒക്കെ വരും ഇൻഷാ അല്ലാഹ്, അടിയുടെ ക്ലിപ്പൊക്കെ വരും. ഇതെങ്ങാനും നമ്മുടെ പകരാഴ്ചന് വായിച്ചിട്ടുണ്ടെങ്കിലല്ലോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പിന്നെ അതിൽ EK ഉസ്താദ് ഇല്ല, ഉണ്ടോ? EK ഉസ്താദ് ശൈഖു തഅലീമും ശൈഖു തബറുക്കൊന്നും അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാകുന്നത്. അതെന്തേ അങ്ങനെ? നമുക്കറിയാമല്ലോ മഹാനായ EK ഉസ്താദ് അവിടെ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളുടെ അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞതും കണ്ണില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയി കാഴ്ചയോടെ തിരിച്ചു കൊണ്ടുവന്ന സംഭവം കേരള ജനതക്കൊന്നാകെ അറിയാം. എത്രയോ ഔലിയാക്കളുടെ മക്ബറയിൽ മഹാനായ EK ഉസ്താദ് പോയി സംസാരിക്കുകയും എത്രത്തോളം വഫാത്തിന്റെ മുമ്പ് ഷെയ്ഖിന്റെ പള്ളിയിൽ പോയി അലാഉദ്ദീനുൽ ഹിംസിയോട് സംസാരിച്ച സംഭവമൊക്കെ കേരള ജനതയ്ക്ക് ഒട്ടാകെ അറിയുന്നതാണ്. പക്ഷെ EK ഉസ്താദിന് അതിൽ എഴുതിയില്ല. അത് എഴുതാത്തതിന് കാരണം EK ഉസ്താദിനെ പറ്റി മൂപ്പര് പറയുന്നുണ്ട്. മൂപ്പര് പറയാതെ ആരും ബാക്കി വെച്ചിട്ടില്ല. മരിച്ചതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ ഉലമായിനും പറഞ്ഞു തീർത്തിട്ട് മൂപ്പര് പോകുള്ളൂ എന്നാ തോന്നുന്നത്. മൂപ്പര് ആരും വിട്ടിട്ടില്ല. EK ഉസ്താദിനെ പറ്റി മൂപ്പര് പറയുന്നു. 60ാം വാർഷികത്തിന് ശേഷമായിരുന്നു അതങ്ങനെ പറയുന്നു, EKയിൽ വ്യക്തമായ മനംമാറ്റം കണ്ടു തുടങ്ങിയത്. ഇതോടെ സംഘടനയിൽ പ്രശ്നമായി. അതിനു വേണ്ടിയാണ് അദ്ദേഹം മാറുന്നതെങ്കിൽ അവർ നൽകിയാലും മാറുകയില്ലേ? ശംസുൽ ഉലമ പൈസ വാങ്ങിയിട്ട് ആശയം മാറ്റി പറഞ്ഞു എന്നാണ് ഇദ്ദേഹം എഴുതി വെക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ EK ഉസ്താദിനെ മൂപ്പര് ഒന്നിലും ഉൾപ്പെടുത്തിയില്ല. പിന്നെ ആരാ ബാക്കിയുള്ളത്? കണ്ണിയത്ത് ഉസ്താദിനെ എന്തായാലും എഴുതൂല. പ്രസംഗത്തിൽ പോലും ഇങ്ങനെ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെയാണ്, EK ഉസ്താദ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അത് പൊതുജനങ്ങളുടെ ഇടയിൽ അവര് വലിയ ബഹുമാനത്തോടെ കാണുന്നവരല്ലേ. അപ്പൊ പുറത്ത് നമ്മൾ അവരാളാണെന്നൊക്കെ പറയും. ഇപ്പൊ അടുത്ത് അവിടെ എടരിക്കോട് ഒരു സമ്മേളനത്തില് സമസ്ത വിശദീകരിച്ച് സമസ്തക്ക് 3 യുഗമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ യുഗം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, രണ്ടാമത്തെ യുഗം EK ഹസൻ മുസ്ലിയാർ, മൂന്നാമത്തെ യുഗം കണ്ണിയത്ത് ഉസ്താദ് ഇല്ല. EK ഉസ്താദ് ഒരു സമസ്തയ്ക്ക് തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ സമസ്തയുടെ ഒരു മുൻകാല വലിയ നേതാവായിരുന്നു സ്വതക്കത്തുള്ള മുസ്ലിം. സ്വതക്കത്തുള്ള മുസ്ലിയറെ അദ്ദേഹം എഴുതിയിട്ടില്ല. അതില് സ്വതക്കത്തുള്ള മുസ്ലിയരുടെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചത് തന്റെ ഉസ്താദായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെയും മേലെയുള്ള ഇജാസത്തും ത്വരീഖത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഉപ്പയും വെല്ലിപ്പയും ഔക്കോയ മുസ്ലിയാരുടെ ശിഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് ആ നേരിട്ടുള്ളത് തന്റെ ഉസ്താദുമാർക്ക് വരെ കിട്ടാത്തത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സ്മരണികയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് മഹാനായ സ്വതക്കത്തുള്ള മുസ്ലിയർ, അള്ളാഹു അവരുടെ ബർക്കത്ത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സ്വതക്കത്തുള്ള മുസ്ലിയരെ പറ്റിയിട്ട് ഇദ്ദേഹം എഴുതുകയാണ്,
കൊളപ്പുറം മദ്രസയിൽ സ്വതക്കത്തുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് നൂരിഷയെ അനുകൂലിച്ച് അയഞ്ഞ സമീപനം കണ്ടത്. അഥവാ 2-3 മദ്രസകൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് സ്വതക്കത്തുള്ള മുസ്ലിയാരോട് പറഞ്ഞപ്പോ സ്വതക്കത്തുള്ള മുസ്ലിയാർ പറയാണ് നൂരിഷക്ക് കുഴപ്പമൊന്നുമില്ല. സുബ്ഹാന ജല്ല ജലാലു. നൂരിഷ അല്ല നാരിഷ എന്ന് പറഞ്ഞ ആളാണ് സ്വതക്കത്തുള്ള മുസ്ലിയാർ. അപ്പൊ സ്വതക്കത്തുള്ള മുസ്ലിയാരെ ഒരു കള്ളത്തൊരീക്കത്തിന്റെ ആളാക്കി മാറ്റി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും നിഷേധിക്കാൻ കഴിയൂല. രേഖകളുണ്ട് ഇവിടെ. പുറത്തുള്ള കുട്ടികളെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. പഠനങ്ങൾ അസംബന്ധങ്ങൾ അല്ല, പഠനങ്ങൾ പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം എവിടെയുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇത് എന്ത് പഠന? ഇത് പൊട്ടത്തരങ്ങളായി എഴുതിച്ചത് മുഴുവൻ. ഇത് പഠനമല്ല, പ്രബന്ധമല്ല, അസംബന്ധമാണ് എഴുതിയത് മുഴുവൻ. അന്വേഷിച്ചു ഞാൻ അതിനെ പറ്റിയിട്ട്. സ്വതക്കത്തുള്ള മുസ്ലിയാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇന്ന് ജീവിക്കുന്ന വയസ്സായ ആളുകളോട് അന്വേഷിച്ചപ്പോൾ അവര് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു സംഭവമില്ല. ഞങ്ങളെ ശൈഖുനയെ പറ്റി പച്ചക്കള്ളമാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നതെന്ന് അവര് പറയുകയുണ്ടായി. എന്തിനാണ് നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ഇത്ര നുണ പറയുന്നത്? പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? ഈ ഉമ്മത്തിൽ പൂർവികർ എങ്ങനെയാണോ നന്നായത് അതുപോലെയാണ് വരാനിരിക്കുന്നവർ നന്നാവുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇദ്ദേഹം എന്തിനാ ഇപ്പൊ ഇങ്ങനെ വിമർശിക്കുന്നത്? ഇദ്ദേഹം എന്തിനാ അങ്ങനെ വിമർശിക്കുന്നത്? അത് വിമർശിക്കാനുള്ള കാരണം എല്ലേതും മൂപ്പരന്നെ എഴുതി വെച്ചിരുന്നു. ഞാനൊന്നും എന്റെ വക പറയുന്നില്ല കേട്ടോ. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. ഈ പുസ്തകത്തിന്റെ 199-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, വിമർശനം കൊണ്ട് യാതൊരു സദുദ്ദേശവും അവർക്കില്ല. തന്റെ ചമകുന്ന ആളാണ്. ആത്മാർത്ഥത തൊട്ട് ആൾക്കാർക്ക് തന്നോ? 3 സത്യം തുറന്നു പറയാൻ ആരും പേടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വിമർശിക്കുന്നത്. ആത്മാർത്ഥത തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുക. ഇതിന് ഇയാൾക്ക് എന്ത് പറ്റിപ്പോയി പഠിച്ചോനെ? ഇയാള് പറയാ അക്കായ ത്വരീഖത്തിനെ നിഷേധിക്കാൻ പാടില്ല. എന്നിട്ട് മൂപ്പരെ അക്കായ ത്വരീഖത്തിനെ നിഷേധിക്കുക. എന്നിട്ട് മൂപ്പരനെ ഇതുപോലെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായികളാണ്. എന്നിട്ട് മൂപ്പര് പറയാ വിമർശിക്കുന്നവർക്ക് തീർത്തു അസൂയേന്. എന്താ ഇങ്ങനെ ആയാ കാട്ടുക? എന്നിട്ട് അങ്ങനെയൊക്കെ മൂപ്പർ എഴുതി. മഹത്തുക്കളായ സൂഫി വര്യന്മാരെ സംബന്ധിച്ച് വിമർശനങ്ങൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് തടയപ്പെടേണ്ടതാണ്. ഈ പുസ്തകം തന്നെ വായിക്കരുത്. ഇതപ്പോ പറഞ്ഞത്. ഇതിൽ മഹാന്മാരെ വിമർശിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ലെവലില്ലാതെ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ തലക്ക് കൊള്ളുന്ന എഴുത്താണ് അദ്ദേഹം എഴുതുന്നത് മുഴുവൻ. അപ്പോ അദ്ദേഹം തന്നെ ഒരിക്കൽ അദ്ദേഹം വിമർശിക്കും, പിന്നെ ഒരിക്കൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ഇദ്ദേഹം ഇവിടെ നോക്ക് നിങ്ങൾ, കേരളത്തിൽ വളരെ ആദരവോടെ നല്ല നിലയ്ക്ക് ജീവിച്ച ആളാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജി. അള്ളാഹു അവരോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാകട്ടെ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം നല്ല നിലയിൽ ഇവിടെ ജീവിച്ചു പോയ ആള്. അദ്ദേഹത്തിനെ ഇതിൽ വിമർശിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പട്ടിക്കാട് ത്വരീഖത്ത് എന്നും പറഞ്ഞ് ഇദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കുഴപ്പം എന്താ അറിയോ?
മൂപ്പര് കറുത്ത കുപ്പായ കിട്ടുന്നു. കറുത്ത കുപ്പായ ഇടുന്ന ഒരാളെ വിമർശിക്കുമ്പോഴേ, അല്ല നിങ്ങൾ കറുത്ത കുപ്പായ ഇടലില്ലേ തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ പോകുമ്പോ? അപ്പോലെ പറയും ഞങ്ങൾക്ക് അതിന്റെ അടിയിൽ വെള്ളമുണ്ട്. അടിയിലുള്ളത് നോക്കിയിട്ട് ആ ത്വരീക്കത്ത് തീരുമാനിക്കരുത്. അടിയത്തെ വെളുത്തിട്ട കറുത്തിട്ട നോക്കിയിട്ട് ത്വരീക്കത്ത് തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാലോ? എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ത്വരീക്കത്തിന്റെ ആൾക്കാര് കറുത്ത കുപ്പായാണ് ഇടുന്നത്. ഒരു പ്രശ്നം. മറ്റൊരു പ്രശ്നം, മുരീദന്മാര് അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ഖബറുള്ളോടത്ത് പോയി സുജൂദ് ചെയ്യുന്നു. എഴുതി വെച്ചതാ. അങ്ങനെ ഒരു സംഭവേ ഇല്ല. അതും കടുത്ത നുണയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ചോദിക്കട്ടെ, ഇനി മുരീദന്മാര് സപ്പോസ് അങ്ങനെ സുജൂദ് ചെയ്തു എന്ന് കൂട്ടുക, എന്നാ അതിനെങ്ങനെ ഷെയ്ഖ് ഉത്തരവാദി? മുരീദന്മാര് ചെയ്തതിന് ഷെയ്ഖ് ഉത്തരവാദിയാണോ? എന്നാ ഞാൻ നിങ്ങളെ അട്ടപ്പാടിയിലേക്ക് വിളിക്കുകയാ. നിങ്ങളെ ഞാൻ അട്ടപ്പാടിക്ക് വിളിക്കാണ്. കുട്ടികൾ ചെയ്തതിന് ഉസ്താദ്മാർ ഉത്തരവാദിയാണെങ്കിൽ നിങ്ങൾ നിന്റെ കൂടെ അട്ടപ്പാടിക്ക് വരിക, അവിടെ നിന്ന് അന്വേഷിക്കാണ്ട്. ബാക്കി അത്ര ഞാൻ പറയുള്ളൂ, കൂടുതലൊന്നും പറയില്ല. അത് തിരേണ്ടവർക്ക് തിരിയും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പട്ടിക്കാട് അബ്ദുള്ള ഹാജിനെ നിശിതമായി എതിർത്തിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് സമസ്ത തീരുമാനിച്ചതാണ്. അതായാലും വലിയ കളവ്. ചോദിക്കുന്നു ഞാൻ, AP വിഭാഗത്തിന്റെ മുഷാവറയിൽ എന്നാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജി പഴച്ച ആളാണെന്ന് തീരുമാനിച്ചതെന്ന് ധൈര്യമുണ്ടെങ്കിൽ പൊന്മളയുടെ മുഹീസുന്നയിലെ കുട്ടികൾക്ക് പറയാൻ കഴിയോ? പറയാൻ കഴിയൂല. അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാർ പറയട്ടെ, സുലൈമാൻ മുസ്ലിയാർ പറയട്ടെ, മുഷാവറയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. മുഷാവറയോ കളവ്, തീരുമാനം അതിലും വലിയ കളവ്. ഇതെന്താ ഇത് ഇങ്ങനെ? അത് പറയലുണ്ട്. പത്രത്തിൽ ക്ലാസിഫൈഡിൽ ഒരു ജോലി അപ്ലിക്കേഷൻ വന്നു. മൃഗശാലയിൽ ജോലി ഒഴിവുണ്ട്. അപ്പൊ ഒരാള് ബയോഡേറ്റയും അപ്ലിക്കേഷനും അതുപോലെയുള്ള എല്ലാ ആവശ്യമായ ഡോക്യുമെന്റ്സും എല്ലാം എടുത്തിട്ട് പോയി നോക്കിയപ്പോ മൃഗശാലന്റെ ആള് പറഞ്ഞു, ഇവിടുത്തെ കരടി ചത്ത്. അപ്പൊ കരടി ചത്തത് കൊണ്ട് ഇപ്പൊ വെക്കേഷനാണ്, കുറെ ആൾക്കാര് സൂ കാണാൻ വരും. അതുകൊണ്ട് നിങ്ങള് ആ കരടിന്റെ തോലൊന്ന് ഇട്ടിട്ട് ഒന്ന് കൂട്ടിലിരിക്കണം. അല്ലാ, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ അഭിനയിക്കൊന്നും വേണ്ട, നിങ്ങൾ ആ തോലിട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നാ മതി. കയ്യും കാലൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് അളക്കിയാൽ മതി ആൾക്കാർ വരുമ്പോ. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത്, ഏതായാലും 18,000 ശമ്പളം കിട്ടുമല്ലോ മാസത്തിൽ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. മൂപ്പരെന്ത് ചെയ്ത്, ആ കൂട്ടിക്കേറിയിട്ട് ആ കരടിന്റെ തോലെടുത്ത് ഇരുന്നപ്പോ മൂപ്പര് പറഞ്ഞു, ആ സിംഹത്തിന്റെ കൂട്ടുന്ന് സിംഹത്തിന് അങ്ങോട്ട് വിടരുതിട്ടോ, വിട്ടാൽ കുടുങ്ങുന്നു പറഞ്ഞു. ഇല്ല, അത് പ്രശ്നമാക്കണ്ട, വിടൂല. ഇയാൾ അതിന്റെ ഉള്ളിലിരുന്ന് കുറച്ച് കഴിഞ്ഞേക്കുണ്ട്, സിംഹം അതിന്റെ ഉള്ളിൽ നിന്നിട്ട് വന്നേക്ക് ഇയാൾ ഇങ്ങനെ വടങ്ങി മാറി മൂലക്ക് പോയിട്ട് ഇങ്ങനെ പമ്മി നിന്നപ്പോ സിംഹാന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, പേടിക്കണ്ട, ഞാൻ കോട്ടക്കലുള്ള കാതിറാക്കാന്. അപ്പൊ കരടിയോ വ്യാജം, അപ്പുറത്തുള്ള സിംഹം അതിലും വലിയ വ്യാജം. ഇതുപോലെ മുഷാവറയോ കളവ്, അതിൽ പറയുന്ന തീരുമാനമോ ഇല്ലാത്ത തീരുമാനം ഉണ്ടാക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനം മുഷാവറയിൽ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, AP വിഭാഗം മുഷാവറയിൽ എന്നാണ് പട്ടിക്കാട് അബ്ദുള്ള ഹാജിയെ പറ്റി തീരുമാനമെടുത്തത്? പറയണം നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടിയിട്ട്. ഇത് മൂപ്പർ എന്താ ചെയ്യുന്നറിയോ? മൂപ്പർ അങ്ങോട്ട് പറയൂ, ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്നിട്ടാണ് പറയുമ്പോ എല്ലാരും കൂടി പ്രശ്നമാവും. അതിന്റെ ഭാഗമായിട്ടാണ് അലവി സഖാഫിക്ക് ചവിട്ടിട്ടിയത്. കൗമ അറിയാതെ മുഷാവറയിൽ ഉണ്ട് എന്ന് പറയുമ്പോ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരാ ചവിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സദസ്സെന്ന് ചവിട്ടിട്ടാണെങ്കിൽ പുഷിന് ഏറിട്ടമാതിരി ആരോ പുറത്തുനിന്ന് വന്നതാന്ന് വിചാരിക്കാം. സ്റ്റേജ് തന്നെ ചവിട്ട് കിട്ടുകയാണെങ്കിൽ എന്താ ചെയ്യാ?
അതെന്താ ചവിട്ടിയത്? ചിലപ്പം സുന്നത്തി ജമാഅത്ത് പ്രകാരം ചെയ്യേണ്ടല്ലോ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി എന്നല്ലേ? നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. കാല് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ കൊടുത്തൊരു ചവിട്ടി. ചവിട്ടിയപ്പോ പിന്നെ രക്ഷയില്ല, വേഗം കയറി കാല് കയറി ഒരൊറ്റപ്പോക്ക്. ഇന്നലെ രാത്രി ഇതെവിടെ നടന്നറിയാം? ഇത് നടന്നത് നമ്മുടെ പുത്തൻതാണിക്കടുത്തുള്ള കന്മനം കുറുങ്കാട് ഫിർദൌസ് ദഅ്വ കോളേജിൽ സ്ഥാപനത്തിലാണ് അത് നടന്നത്. അങ്ങനെ അത് ചവിട്ടിയതോ സ്ഥാപനത്തിന്റെ മാനേജർ. ആലോചിച്ച് നോക്കി നിങ്ങള്, ഒരു മനുഷ്യനെ ചവിട്ടാൻ വേണ്ടി സ്റ്റേജിക്ക് വിളിച്ചു വരുത്തിക്കുകയാണ്. പബ്ലിക് ഇരിക്കട്ടെ. അങ്ങനെ പ്രശ്നമായി. ഇന്നലെ രാത്രി ബഷീർ പറവന്നൂരിന്റെ നേതൃത്വത്തിൽ ഭയങ്കര പ്രതിഷേധ യോഗം ആ സ്ഥാപനത്തിൽ നടന്നു. ആരെ ചവിട്ടിയതിന്റെ പേരിൽ? അലവി സഖാഫിയെ ചവിട്ടിയതിന്റെ പേരിൽ 100 ആള് പങ്കെടുത്ത മീറ്റിംഗ്. എന്നിട്ട് ശക്തമായി തിരിച്ചടിക്കണമെന്നും അദ്ദേഹത്തെ SYS നിന്ന് ചവിട്ടിയ ആളെ പുറത്താക്കണമെന്നും വീട്ടിൽ പോയി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യണമെന്ന് വരെ തീരുമാനിച്ചിട്ടാണ് ഇന്നലെ രാത്രി യോഗത്തിൽ പിരിഞ്ഞത്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതല്ലേ ഞങ്ങളെ പവറ്. അതൊക്കെ ലൈവായി നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലേ രസം. അതിപ്പോ നിങ്ങളെ ഉസ്താദ്മാര് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോ ആ ക്ലാസ് ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ വാട്സപ്പിൽ ഇട്ട് കൊടുക്കുന്ന ചോദ്യമാണ്. അത്രക്ക് വീക്കായി പോയി, അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഇന്നലെ രാത്രി യോഗം ഉണ്ടായി. ആ യോഗത്തിൽ ഒരു പ്രത്യേക തരം ഗുണ്ടകൾ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഗുണ്ടകളിൽ കീഴ്ശേരിയിലുള്ള ആളുകളുമുണ്ട്. അവരാണ് തോഹിർ സഖാഫിയെ അടച്ചുപൂട്ടിയത് എന്നുമാണ് വിവരം കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ഗുണ്ടായിസൊക്കെ വളർത്തി സുന്നത്ത് ജമാഅത്ത് നിലനിർത്തണോ? ഇതൊക്കെ സുന്നത്ത് ജമാഅത്താ? ഇതെല്ലാം സുന്നത്ത് ജമാഅത്ത് തന്നെ. ലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്നത്തുൻ വഫിത്നത്തു ഉമ്മത്തി അൽമാൽ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി. എല്ലാ ഉമ്മത്തിനും ഫിത്നയുണ്ട്. പൈസ കിട്ടിയാൽ എന്റെ ഉമ്മത്തിന് ഫിത്നയുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ പേരിൽ അതെന്താ സംഭവം? അത് ഓലടിയിൽ കുരുവട്ടൂർ ഒരു ഹാഫിദ് അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. കുറെ കാലം എല്ലാ കൂട്ടുപ്രാർത്ഥനയിലും എല്ലാ സദസ്സുകളിലും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചപ്പോ നല്ല ഒരു ജനവിഭാഗം, ഒരു മാൻ പവർ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ നമ്മളെ ഈ ബുക്കിന്റെ ആളുണ്ടല്ലോ, മൂപ്പര് ജിഷാനോട് പറയാണ്, അയാൾ അങ്ങനെ വിട്ടാൽ ശരിയാവൂല, അയാളൊപ്പം കുറച്ച് ആൾക്കാരുണ്ട്, മുളയിൽ തന്നെ അയാളെ നമുക്ക് നുള്ളിക്കളയണം. അപ്പോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ട് ജിഷാനോട് പറയാണ്, നിങ്ങൾ മുഷാവറയ്ക്ക് ഒരു കത്ത് തരണം, ആ കത്തിൽ ഇന്നിമായിരൊക്കെ എഴുതണം, എന്നിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞു എന്തൊരു കളിയായി കളിക്കുന്നത്. അതിൽ മറ്റുള്ള പണ്ഡിതന്മാരെ വിറ്റ് കാശാക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് മൂപ്പര് ജിഷാനോട് പറയാണ്, നോക്കണം നിങ്ങൾ, മൂപ്പരൊരു വിചാരങ്ങൾ ആലോചിച്ച് നോക്കി. ജിഷാനോട് പറയാണ്, ആ ഹാഫിദ് ഇവിടെ അടുത്തൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ മൂപ്പര് പറയുന്നത്, ഫതുഹുൽ മുഈനൊന്നും കാണാതെ പഠിച്ചാൽ മാത്രം ഒരാൾ ആലിമാവൂല, തസവ്വുഫ് വേണം. അത് ഇന്നേനാ പറയണത്, വേറെ ആളാവാൻ സാധ്യതയില്ല. എന്താ ഇയാളൊക്കെ ഒരു വിചാരം? സുബ്ഹാന ജല്ല ജലാലു. തൂഫി ഫതുഹുൽ മുഈനും കാണാപ്പാടം പഠിച്ചാൽ ഇൽമാവൂല ഇന്നേ പറയുന്നത്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി നിങ്ങള്. ഒരു മസ്തലപരമായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇയാള് ഈ ഹാഫിൽ ഇപ്പോ പിന്നെ CM വലിയുന്നതിനെ പറ്റിയിട്ട് പിന്നെ കുത്തുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ പ്രയോഗം ശരി, അത് ശ്രദ്ധിച്ചു.
അത് ഈ ഹാഫിൽ നല്ലോണം ശ്രദ്ധിക്കണം. സിയം വലിയുല്ലാഹിയെ പറ്റി കുത്തുബുൽ ആലം എന്ന് പറഞ്ഞു. കുത്തുബുൽ ആലം സിയം വലിയുള്ള എന്ന് ഇടക്കിടക്ക് പറയുന്നു. അപ്പൊ പൊന്മള പറയാണ്, കുത്തുബുൽ ആലം എന്ന് സിയമിനെ വിളിക്കാൻ പാടില്ല. ആരാ അതിന് അനുവാദം കൊടുത്തത്? SYS ബുക്ക് സ്റ്റാളിൽ കുത്തുബുൽ ആലം സിയം വലിയുള്ള എന്ന് എഴുതിയ പുസ്തകം, അങ്ങനെ ഒരു ബുക്ക് അവിടെ വിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ കണ്ടുകെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കണേ, ഞാൻ പറഞ്ഞില്ല ഇയാൾ ത്വരീഖത്ത് വിരോധിയാണ്, വേറെ തെളിവൊന്നും വേണ്ട. അപ്പൊ സിഎമ്മിന്റെ നേരെ കുതിര കയറുന്നു. അപ്പോഴേക്ക് AP അബൂബക്കർ മുസ്ലിയാർ കുത്തുബുൽ ആലം സിയം വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ട് AP അബൂബക്കർ മുസ്ലിയാർ വേറെ. മൂപ്പരാണെങ്കിലോ കുത്തുബുൽ ആലം എന്ന് പറയാൻ പാടില്ല. അത് രണ്ടൊന്ന് വെച്ചോടിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അവിടം മുതൽ എവിടം വരെ ബഹുമാനപ്പെട്ട മൗലത്തവീല കുതുബുസ്സമാന സയ്യിദ് അലവി മംബൂരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ കുതുബുസ്സമാൻ കുതുബുൽ ആലം الشيخ محمد أبو بكر المدبولي قدس الله سره ونفعنا. അപ്പൊ കുത്തുബുൽ ആലം സിയം അബൂബക്കർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു റൂഹഹു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മുമ്പ് മറ്റാള് പറഞ്ഞു നോക്കി നിങ്ങള്. ഒരു മസ്തലപരമായിട്ടുള്ള നിങ്ങൾ പുസ്തകം കേട്ടിട്ടുണ്ടാവും. ഇയാള് ഈ ഹാഫിൽ ഇപ്പോ പിന്നെ CM വലിയുന്നതിനെ പറ്റിയിട്ട് പിന്നെ കുത്തുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ പ്രയോഗം ശരിക്ക് പറയാൻ പറ്റും നമുക്ക്? നമ്മളതിനൊക്കെ എതിർക്കുക. അല്ല അപ്പൊ കുത്തുബുൽ ആലം എന്ന് പറയുമ്പോ ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനൊക്കെ നമ്മളെ എങ്ങനെ ഇപ്പൊ വിളിക്കുക? അതെന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ് പറഞ്ഞേ. ആരാ അധികാരം കൊടുക്കുക? ആരാണ് അങ്ങനെ പറയാൻ അധികാരം കൊടുത്തത്? കുത്തുബുൽ ആലം സിയം വലിയുല്ലാഹി. ആരോടാ ചോദിക്കുന്നത്? AP അബൂബക്കർ വലിയരോടായി ചോദിക്കുന്നത്. ആരാണ് അങ്ങനെ അനുവാദം തന്നത്? അല്ല, ഈ താജുൽ ഉലമ ഖമറുൽ ഉലമ എന്നൊക്കെ പറയാൻ ആരാണ്? അത് ഖുർആനിലുള്ളതാ? അത് ഹദീസിലുള്ളതാ? താജുൽ ഉലമ, ഖമറുൽ ഉലമ, കൻസുൽ ഉലമ, നൂറുൽ ഉലമ, കുറെ പേരുകൾ ഇരുന്നുണ്ടല്ലോ. എന്താ ഇങ്ങനൊക്കെ ആയാലും മദ്ഹ് ചെയ്യുന്ന സമയത്ത് ആളോട് യോജിച്ച മദ്ഹിന്റെ ഒക്കെ പറയാലോ. മദ്ഹിന്റെ മക്കാമിൽ പറ്റും, ഇഫ്രാത്ത് പറ്റുന്നത് അല്ലാതെ കാണാൻ പഠിച്ചതാരാണ്? ഇത് കിട്ടില്ല. കാരണം വെച്ചാൽ അതിപ്പോ കുത്തുബിൽ അപ്പൊ മൂപ്പര് നേരെ തിരിച്ചു വെച്ചാൽ അപ്പൊ സംഘത്തിന്റെ ഒരു ചെറിയ ഏത് വലിപ്പൊരു ഞാൻ കേട്ടു. അതിലല്ലേ അതിലൊരു ക്ലിപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാണ്. അതിന് പറയുന്നത് കുടുംബയിലൊന്ന് കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാണാതെ പഠിച്ചു, എല്ലാവർക്കും മസല വെച്ചൊക്കെ മറുപടി പറഞ്ഞു പഠിച്ചു. അതൊന്നൊരു ഇല്ലല്ല. അതേന്ന് പറഞ്ഞാൽ അത് ബുദ്ധിനെ വേണമെന്നില്ലേ ആക്കി ഒക്കെ വേണ്ടു, ഓർമ്മ വേണ്ടല്ലോ. ഇരുന്നെന്ന് പറയാവുന്നല്ല, ഇരുന്നെന്ന് പറയാ സൗഫാണ്. അത് ശരി. അപ്പൊ അത് മൂപ്പര് എന്നോട് എന്തോ പറഞ്ഞപ്പോ അല്ലത് പറഞ്ഞേ. പിന്നെ ഞാനേത് അപ്പോ തുഴഫൊന്ന് കാണാതെ പഠിച്ചു, ഫത്തുൽ മീൻ ഒന്ന് കാണാതെ പഠിച്ചു. ഇന്നേനാ പറയുന്നത്, ഇന്നേനാ പരാമർശിക്കുന്നത്. എവിടുന്നാ മൂല്യരെ? നിങ്ങൾക്ക് തൂഫും ഫത്തുൽ മീനും കാണാപ്പാടുണ്ടോ? അത് ഫത്താവ മുഹീസും ഒരു പൊളിച്ചെഴുത്തുകാർ ഞങ്ങളെ CD ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തിരിയും. അപ്പോ ഇതൊക്കെയാണ് ഇപ്പത്തെ മനസ്സ്. എങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം? തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്. ഭൂമിയിൽ വലിയ ആളാവണം എന്ന് ഉദ്ദേശിക്കാത്തവർക്കാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്.
അങ്ങനെ CM വലിയുള്ളാഹിയുടെ നേരെ കുതിര കയറി, സദഖത്തുള്ള മുസ്ലിയാരുടെ നേരെ, EK ഉസ്താദിന്റെ നേരെ. ചെറുശ്ശേരി ഉസ്താദിനെ വിട്ടോ? അതുമില്ലട്ടോ. ചെറുശ്ശേരി ഉസ്താദിനെ മൂപ്പര് വിട്ടിട്ടില്ല. സകല മനുഷ്യന്മാരെ പറ്റി എഴുതിയിട്ടുണ്ട്. ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി എന്താ എഴുതിയത്? ഇന്ന് വിഘടിത സമസ്തയുടെ സെക്രട്ടറി ചമഞ്ഞു നടക്കുന്ന ചെറുശ്ശേരി. ഒരാളും ബന്ധപ്പെടുന്നില്ല. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ വാള് പോലെയാണ് ഇദ്ദേഹത്തിന്റെ പേന എന്നപ്പോ പറയാനാണ്. ഒരു മനുഷ്യനും വിടില്ല. എന്തിനാ ഇങ്ങനെ എഴുതുന്നത്? എല്ലാരും നേരെ കുതിര കയറുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സംഘടനയിൽ നല്ല ഒരു വിഭാഗം ആളുകൾക്ക് ഇദ്ദേഹത്തെ കണ്ടൂടാ. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അതിന്റെ പേരിലാണ് കോഴിക്കോട് അടി നടന്നത്. അതില്ലേ, കോഴിക്കോട് അടി നടന്നു. പരസ്യമായിട്ട് പൊന്മളന്റെ ആൾക്കാരും മറ്റവരും കൂടി അടി, സ്റ്റേജിൽ വെച്ച് അടി. ആ അടി ഒന്ന് നോക്കി നിങ്ങൾ. അവര് ഞാനുമായി യുദ്ധത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടൊരു ഖുദ്സിയായ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാ. അല്ലാഹു യുദ്ധത്തിലാണ്. അല്ലാഹുവിന്റെ സൂഫിയാക്കള്, ഔലിയാക്കള്, അവരെ വിമർശിക്കുന്നവര്, അവരെ വേദനിപ്പിക്കുന്നവര്, അവരും നമ്മളും യുദ്ധത്തിലാണെന്ന് അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുഴപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഹയാത്തുൽ ഹയവാനിൽ ഒരു സംഭവമുണ്ട്. കുറുക്കന് അസുഖമായി, സിംഹത്തിന് അസുഖമായി. സിംഹത്തിന് അസുഖമായപ്പോ എല്ലാ ജീവികളും കുറുക്കനെ വന്ന് സന്ദർശിച്ചു. അപ്പോ സിംഹത്തിനെ വന്ന് സന്ദർശിച്ചു. സിംഹത്തിന് അസുഖമായപ്പോ എല്ലാ ജീവികളും വന്ന് സിംഹത്തെ സന്ദർശിച്ചു. പക്ഷേ കുറുക്കൻ വന്നില്ല. കുറുക്കൻ വരാതിരുന്നപ്പോൾ ചെന്നായ വന്ന് സിംഹത്തിനോട് നമീമത്ത് പറഞ്ഞു. അത് നിങ്ങൾ ഇവിടെ രാജാവായത് നമ്മുടെ കുറുക്കൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് മൂപ്പര് അസുഖം കാണാൻ വരാത്തത്. അപ്പൊ സിംഹം പറഞ്ഞു, ഇതാ ഹലറഫ അലിംനി, ഓ മന്ന എന്നെ കാണാൻ പറയണട്ടോ. അപ്പൊ കുറുക്കനല്ലേ ആള്. സിംഹത്തിന്റെ അടുത്ത് വന്നപ്പോ സിംഹം ചോദിച്ചു, എവിടെ പോയി? നിന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ കുറുക്കൻ പറഞ്ഞു, അനഫീ തൊലബി ദവായിലൊക്കെ, ഞാൻ നിങ്ങൾക്ക് മരുന്ന് തേടി നടക്കായിരുന്നില്ലേ. ആര് പറഞ്ഞു? കുറുക്കൻ പറഞ്ഞു. അപ്പൊ സിംഹം ചോദിച്ചു, വല്ല മരുന്നും കിട്ടിയോ? ചെന്നായന്റെ കാലുമെന്ന് ഒരു നാരെടുത്ത് തിന്നാനാ പറഞ്ഞിരിക്കുന്നത്. അത് തിന്നാ നിങ്ങൾ അസുഖം മാറുന്നു. അപ്പൊ ദൂരെന്ന് ചെന്നായ എങ്ങനെ നോക്കുന്നുണ്ട്. ചെന്നായനെ വിളിച്ച് സിംഹം. അപ്പൊ ചെന്നായന്റെ വിചാരം എന്തോ നല്ല സമ്മാനം തരാനാണ്, നമ്മൾ നേരത്തെ പോയിട്ട് കുറച്ച് സ്വകാര്യമൊക്കെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ചെന്നായ നേരെ എങ്ങനെ വന്നപ്പോ കാലൊന്നും നീട്ടിന്ന് പറഞ്ഞു. കാലുകൾ നീട്ടി തൊടയുടെ അവിടുന്ന് മുഴുവൻ കീറി പൊളിച്ച് സിംഹം തിന്നു. അപ്പൊ ചെന്നായ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടുമ്പോ
കുർക്കം പറയാണ്, യാ സാഹിബൽ ഖുഫുൽ അഹ്മർ, ഇന്ന് ചുവന്ന ഷൂ ആണല്ലോ ഇട്ടിരിക്കുന്നത്. ഇതാ ജലസ്ത ഇന്ദൽ മുലൂക്ക് ഫൻദുർ മാദാ യഖ്റുജു മിൻ ഫമിക, രാജാക്കന്മാരുടെ അടുത്ത് ഇരിക്കുമ്പോ തൊള്ളയിൽ ചാടുന്നത് നോയിക്കോളുണ്ടോ. ആര് ഉപദേശിക്കുന്നു? കുർക്കൻ ഉപദേശിക്കുന്നു ചെന്നായന്. ചെന്നായയാണിത് തുടങ്ങി വെച്ചത്. ഇപ്പൊ കിട്ടുന്നത് ആർക്കെന്നെ? ചെന്നായക്കന്നെ. ഇതുപോലെ കുഴപ്പം തുടങ്ങി വെച്ച് ഇപ്പൊ മൂപ്പരാൾക്കാർക്ക് തന്നെ നല്ലോണം കിട്ടുന്നു. പണ്ട് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ, അവരെ ഓഫീസിലിട്ട് പുറത്ത് കലാപുണ്ടാക്കി, തല്ലുണ്ടാക്കി. ഇപ്പോ നിങ്ങൾ സദസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ തല്ലാൻ തുടങ്ങി. തല്ല് തീർന്നിട്ടൊന്നുമില്ല, തല്ലിഞ്ഞും വരാനുണ്ട്. ഇതൊക്കെ തുടക്കം മാത്രമാണ്. ലക്ഷദ്വീപിൽ എപി വിഭാഗം 2 ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2 SSF, 2 SYS. ലക്ഷദ്വീപിൽ ഒന്ന് ത്വരീഖത്തിനെ അംഗീകരിക്കുന്നവർ, 2 ത്വരീഖത്തിനെ അംഗീകരിക്കാത്തവർ. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞ് ഇല്ലാത്ത തീരുമാനം ഉണ്ടാക്കി അങ്ങനെ നിൽക്കാണ്. ഈ ഹാഫിദിനെ പറഞ്ഞത് വലിയ പ്രശ്നമായി ഒരടിയില്. കാരണം ഈ ഒതുക്കുങ്ങൽ ഇഹ്യാ സുന്നയിൽ ഒരു പരിപാടി വെച്ച്, ആ പരിപാടി വെച്ചപ്പോ അന്ന് ഹാഫിദിനെ ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന്, ഹാഫിദ് വന്നപ്പോ സുലൈമാൻ മൗലവിയോട് പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കി. അപ്പൊ സുലൈമാൻ മൗലവി പറയാണ്, നിങ്ങളെ ദുആ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. എന്താ സുലൈമാന്റെ നാവിനെ സൂക്ഷിക്കണം എന്നുള്ള നിങ്ങൾക്ക് ബാധകല്ലേ? അത് ഓക്കെ ഉസ്താദ് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോ നോക്ക് നിങ്ങൾ, അങ്ങനെ അവര് വളർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ട് ഒരൊറ്റ തട്ട്. അതിന്റെ പേരിൽ വലിയ പ്രശ്നം. അങ്ങനെ ഇവരെന്താ പറയുന്നത്? പ്രശ്നമായപ്പോ പേരോട് പറഞ്ഞു, വേറൊരു ഹിഫ്ളും വേണ്ട, വേറൊരു ഹാഫിദും വേണ്ട, അള്ളയുണ്ട് ഹാഫിദ്. ഈ ഹാഫിദിന് ആലുവ ത്വരീഖത്തിനേറ്റ് ബന്ധമുണ്ട് എന്ന് ആര് പറയുന്നു? പേരോട് പറഞ്ഞു. അപ്പോഴേക്ക് പൊന്മള പറയുന്നത്, അയാൾക്ക് ത്വരീഖത്തൊന്നും കുഴപ്പമില്ല, ത്വരീഖത്തൊന്നും അയാൾക്കില്ല, അയാൾ ചെറുപ്പത്തിൽ ഉസ്താദിന്റെ അടുത്ത് ഓതുമ്പോ ക്ലാസ്സിൽ നിന്ന് നീച്ചു പോയത്, അത്രേ കുഴപ്പമുള്ളൂ. നോക്കണേ, പേരോട് ഇടക്കിടക്ക് പേര് പറയും, സമസ്ത ഒരു തീരുമാനം തീരുമാനിക്കുമ്പോൾ കൂലങ്കൂഷമായി അന്വേഷിച്ചിട്ടേ തീരുമാനിക്കൂ. പോലെ കൂലങ്കൂഷത്തിന്റെ കോല പോയി കണ്ടത്. ഒരാള് പറയുന്നത് ആലുവ ത്വരീഖത്തിന്റെ ആളാണ്, മറ്റാള് പറയുന്നത് ത്വരീഖത്തൊന്നുമില്ല, ത്വരീഖത്തൊന്നും അയാൾക്കുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല, മറിച്ച് അദ്ദേഹം ഉസ്താദിന്റെ അടുത്ത് ഓതുമ്പോ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതങ്ങളെ കൂലങ്കൂഷത്തിന്റെ കോലം. എന്നിട്ട് ഓല് പറയുന്നത്, ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് തിരുത്തൂല. പൊട്ട തീരുമാനങ്ങളല്ല എടുക്കുന്നത്. ഒരാൾ പറയാ ത്വരീഖത്തുണ്ട്, മറ്റാൾ പറയാ ത്വരീഖത്തില്ല. 2 മുഷാവറ മെമ്പർമാര്. അതൊന്ന് കേൾപ്പിച്ചോക്കി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ സംശയാതരീക്കത്തിനെ കുറിച്ച്, ഓരോ തരീക്കത്തിനെ സംബന്ധിച്ച്, കുടുംബത്തിൽ കൈകളെ സംബന്ധിച്ച്, അങ്ങനെ പോയിട്ട് സംശയാതരീക്കത്തിനെ കുറിച്ച്, നിരുഷാതരീക്കത്തിനെ കുറിച്ച്, അങ്ങനെ തുടങ്ങി പദാ ഈ അടുത്ത് ഒരാൾ ചെയ്താണെന്ന് പറഞ്ഞത് ആർക്കാൻ നടന്നു. അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സുൽത്താൻ തരീഖത്തിന്റെ ഒരു ശൈഖാനെന്ന് പറയുന്ന ഖലീഫയുണ്ട്, അദ്ദേഹത്തിന്റെ പേരും പേരിലുണ്ട്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായിട്ടൊരു ഹാഫിദ്, അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിദ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോൾ, അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല, വൈദ്യരെടുത്തല്ല, മറിച്ച് കണക്കന്മാരും പൂജ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവർക്ക് ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫിദ് എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ്, ആരും ബന്ധപ്പെടരുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിരുന്നു. വിവരിച്ചതുപോലെ
ഹാഫിലെ ഹക്കീം എന്ന വ്യക്തികളിൽ ദിക്റും മറ്റു വിഭാഗത്തിലും വളരെ വ്യക്തമായ നല്ല തെറ്റുകളുമുണ്ട്. ഹാഫിൽ അതിനൊക്കെ കുരുവത്തേര് ഹക്കീം അവരെ സ്വരൂപത്തിൽ ദിക്റിലോ എന്തെങ്കിലും നല്ല തെറ്റുണ്ടാവും. ദിക്റ് തെറ്റുണ്ടെന്നാരില്ല, ദിക്റിനെ കൂടിയില്ല. അയാളെ വാദങ്ങളിൽ വിചാരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല അയാളിങ്ങനെ തെരീക്കത്തോടെ അറിയില്ല. അയാൾ അങ്ങനെ ത്വരീക്കത്തേറ്റൊന്നും വന്നിട്ടില്ല. മറ്റാള് പറഞ്ഞു ആലുവ ത്വരീക്കത്തിനേറ്റ് ബന്ധാണ്. ഇതാണ് ഇവരെ കൂലങ്കൂശ അന്വേഷണത്തിന്റെ കുഴപ്പം. അപ്പൊ മനസ്സിലായില്ല ഇതിൽ എഴുതിയത് മുഴുവൻ കളവാണ്. ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ടത്? ഒരു മനുഷ്യനെ പറ്റി എങ്ങനെ തോന്നിവാസം എഴുതുക? ഇതാ സമസ്ത, ഇതാ മുഷാവറ. വ്യക്തിഹത്യ ചെയ്യുന്ന മനുഷ്യന്മാരെ. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാല് ഞങ്ങൾ ഗീബത്തിന്റെ ആൾക്കാര്, ഞങ്ങൾ നമീമത്തിന്റെ ആൾക്കാര്. നിങ്ങൾക്ക് സകല തോന്നിയസും പറയാം. ഒരാളെ പറ്റി ഇല്ലാത്തത് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ എന്താ നിങ്ങൾക്കൊരു അന്വേഷണമൊന്നും വേണ്ടേ? അയാള് പൂജ കഴിക്കുന്ന ആളാണ്, ക്ഷേത്രത്തിക്ക് പോകുന്ന ആളാണ്, ആലുവ ത്വരീക്കത്തേറ്റ് ബന്ധാണ്. ഇങ്ങനൊക്കെ ഒരാളെ പറ്റി നുണ പറയാ. എന്നിട്ട് മറ്റാൾ പറയാക്ക് ത്വരീക്കത്തൊന്നുമില്ല. എന്നിട്ട് ഓല് പറഞ്ഞു നിങ്ങൾ കൂലങ്കൂശായിട്ട് അന്വേഷിക്കും. ഇതാ നിങ്ങളെ കൂലങ്കൂശ. ഇതൊക്കെ തന്നെയാണ് ഇവരെ മുഷാവറിന്റെ കോലം. സമസ്തക്ക് പകരം വന്ന പ്രസ്ഥാനാണല്ലോ. മനസ്സിലായില്ല നിങ്ങൾക്ക്? സമസ്തക്ക് പകരം വന്ന പ്രസ്ഥാനം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ടോ അങ്ങനെ കഴിഞ്ഞ് പരമാവധി മാക്സിമം എല്ലാവരെ പറ്റിയിട്ടും എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിം. ഒരാളും വിട്ടിട്ടില്ല. കുറെ ഞാൻ കാണിച്ചില്ല. ഇനി ബാക്കി അൽ മുബാറക് എന്ന് പറഞ്ഞിട്ടൊരു വാരിക പണ്ടിറങ്ങിയത്. അതില് കുറച്ചും കൂടി അധികമുണ്ട്. അതിപ്പോ പറയുന്നില്ല. അതിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ടായിരുന്നു, ആനയുടെ വനിതാ പ്രേമം. ഒരു ലേഖനം തുടർച്ചയായിട്ട് വന്ന ലേഖനം. അതിൽ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ, ചില വ്യക്തികൾ ഇപ്പോൾ പരാമർശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവട്ടെ. എനിക്കൊരു മറുപടി എവിടെങ്കിലും വെച്ച് പറയുമല്ലോ, അന്ന് ഞാനത് വായിച്ചോണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കൂലങ്കൂശത്തിന്റെ കോലം തിരിഞ്ഞല്ലോ. പിന്നെ മൂപ്പര് ഈ അടുത്ത കാലത്ത് പണ്ടേ പറയുന്ന മൂപ്പർക്ക് ഖദറിലുള്ള വിശ്വാസം കുറച്ച് കുറവാണ്. ഖദറിലുള്ള വിശ്വാസം കുറവാണ് എന്ന് പണ്ടേ പറയുന്നുണ്ട്. അന്ന് ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്കത് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഖദറിലുള്ള വിശ്വാസം മൂപ്പർക്ക് വളരെ കുറവാണ്. കാരണം സാധാരണക്കാരായ നമ്മൾ, ഇപ്പൊ ഉദാഹരണം പറയാം, മഹാനായ CM വലിയുല്ലാഹി, അവിടുത്തോടെ ഒരു അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയുണ്ട്, വയറുവേദന വേണ്ട, അവിടുത്തെ പ്രയോഗം. തലവേദനയുണ്ട്, അത് വേണ്ട, ഇങ്ങനെ പറയും. അതുപോലെ തന്നെ മന്ത്രിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ശിഫ കിട്ടും. ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും സുന്നികളായ നമ്മുടെ വിശ്വാസമാണ് ഒരസുഖം വന്നു കഴിഞ്ഞാൽ ആത്മീയ ചികിത്സിക്കുക എന്നത്. എന്നാൽ അതിനെ ഒരു സഫാഹത്ത്, പൊട്ടത്തരം എന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കുക നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. 4 അല്ലാഹുവിന്റെ റസൂൽ കാണിക്കുന്നതാണ്, ജസദ് തന്നെയാണ്. ഞാനും നിങ്ങൾ ചില ആളുകൾ ചില സഫാഹത്ത് ചെയ്യുന്ന ഒരു സംഗതി. ഇപ്പോ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്റെ ദർസ് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ പേര് പറയാം, ജാഫർ എന്ന കുട്ടിന്റെ പേര്. ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ ഗൾഫിലായിരുന്നു, സുഖമില്ലാതെ നാട്ടിൽ വന്നു. അങ്ങനെ ഇവിടെ ഡോക്ടർമാരൊക്കെ നോക്കുമ്പോ കുടലിന് പുണ്ണ് പറ്റിയതാണ്. ഏകദേശം ഒരു വിരൽ നീളത്തിൽ പുണ്ണ് ബാധിച്ചിട്ടുണ്ട്. അത് മുറിച്ച് കട്ടുകളഞ്ഞ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, ആകെ ഒരാഴ്ച കൊണ്ട് തീരുന്ന വിഷയമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അവർ ഒലിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ അയാൾ വരാൻ പറഞ്ഞില്ല.
അയാളുടെ തൊടണ്ട, കത്തി തൊടണ്ട, അങ്ങനത്തെ ഒരു രോഗം നമുക്കില്ല, അതൊക്കെ മാറും, നിങ്ങൾ ഈ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു. ഇയാൾ ഈ വെള്ളം 10 ലിറ്റർ കാനേറ്റാ പോയത്, ആ വെള്ളം മുഴുവൻ കുടിച്ചു. അങ്ങനെ ഒരു 10 കാന ചില്ലി കുടിച്ചിട്ടുണ്ടാവും. 2 കൊല്ലം ഈ വെള്ളം കുടിച്ചു. അതിനിടയിൽ ഗൾഫ് പോയി. ഗൾഫിൽ നിന്ന് ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടി ഒരു വസ്തു കഴിക്കാൻ പറ്റാതായി നാട്ടിൽ വന്നു. വീണ്ടും തിരുവനന്തപുരം ചിത്രയിൽ കൊണ്ടുപോയി. അന്നും അവിടെ കുറിച്ച് ചിത്രയിലെ കൊണ്ടായത്. അവർ പറഞ്ഞു, ഇപ്പോ ഹൽക്ക് തൊട്ട് ഏതുവരെ അവന്റെ മലദ്വാരം വരെയുള്ള എല്ലാ കൊടലും ആകെ പഴുത്തുപോയി, ഒരു രക്ഷയില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. അവിടുന്ന് 15-ാം ദിവസം മരിച്ചു. അപ്പൊ എനിക്ക് മരിച്ചു വിളിച്ചു പറഞ്ഞു, അയാളെ അനുജന്റെ ദിവസം പിടിക്കല്ലേ, ഞാൻ മരിച്ചിടത്തൊക്കെ പോയി മറ്റൊക്കെ വെച്ചോന്ന് വന്നു. ശേഷം ഞാൻ ആ കുട്ടിയുടെ വാപ്പാനോട് പറഞ്ഞു, ആരാ നിങ്ങളോട് പറഞ്ഞത്? ആര് പറഞ്ഞാൽ രോഗം ഉണ്ടായാൽ തഥാപി ചികിത്സ നടത്താൻ റസൂൽ പറഞ്ഞല്ലേ, നമ്മളെപ്പോലത്തോടാണ് പറഞ്ഞത്. രോഗം ഉണ്ടായാൽ ചികിത്സിക്കാൻ വേണ്ടി, രോഗം ഉണ്ടായാൽ നിങ്ങളെ ഔലിയ നിശ്ചയിക്കുന്ന ആളത്ത് പോയത് കൊണ്ട് മാത്രം നടക്കൂല. തഥാപിയെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ മക്കാമതാണ്. പിന്നെ അതിലും ഉയർന്ന മക്കാമരുണ്ട്, അവർക്ക് ചികിത്സ വേണ്ട. അവര് ഈ രോഗം ഉണ്ടാക്കിയ ആളും ചികിത്സ ഉണ്ടാക്കിയ ആളും റബ്ബാണ്, റബ്ബിനോട് പറഞ്ഞാൽ മതി. അതാണ് 2ാം അവസ്ഥക്കാര്. 3ാം അവസ്ഥക്കാരുടെ വലിയ കൂട്ടുക, അവർ റബ്ബിനോടും പറഞ്ഞില്ല. കാരണം ഒരു പറഞ്ഞെന്താ, രോഗം തന്നവും അള്ളാഹു, ശിക്ഷയാക്കണോ അള്ളാഹു, എന്റെ ഹേരൊക്കെ അറിഞ്ഞ ആളല്ല അല്ല, അപ്പൊ എനിക്ക് രോഗം ശിഫ തരുന്ന നല്ലത്, നാമ ശിഫ വരും. ഞാൻ ഈ രോഗത്തിൽ മരിക്കലാതല്ലേ, ശിഫ വരില്ല. അതുകൊണ്ട് ഞാൻ സ്വാലി, എന്റെ അവസ്ഥ കൊണ്ട് അവർക്കറിയാലോ, പിന്നെ ഞാൻ ചോദിക്കണ്ടില്ലല്ലോ. ഇത് 3 മക്കാമേരാ, അതിൽ 1ാം മക്കാമേൽ വിട്ടാലോ നമ്മളോടാണ് റസൂൽ പറഞ്ഞെങ്കിൽ ചികിത്സാത്തി കൂടിയത്. അവിടെ ഔലിന്റെ വർത്താനം കേട്ട് ചികിത്സ നടത്തിക്കല്ല. ഇങ്ങനെ പെട്ടെത്ര ആൾക്കാരുണ്ട്. നമ്മൾ ചികിത്സ നടത്തണ്ടേ? ചികിത്സ നടത്തിയില്ലെങ്കിൽ ചിലപ്പോ. അപ്പൊ ഇയാള് രോഗം വന്നാ ചികിത്സിക്കണ്ടേ, ഈ ഔലിയന്റെ വെള്ളം കുടിച്ചാ മതിയോ? അല്ല ഉസ്താദെ, ചികിത്സ 2ഇല്ലേ, ആത്മീയ ചികിത്സല്ലേ, നിങ്ങൾക്ക് അതിൽ വിശ്വാസല്ലേ? എന്നിട്ട് മൂപ്പര് പറയാണ്, ഇയാൾ ഈ വെള്ളം കുടിച്ചുകൊണ്ടാ മരിച്ചത്. ഇതേപോലെ അസുഖമുള്ള വേറൊരാള് ഹോസ്പിറ്റലിൽ പോയിട്ട് ആള് രക്ഷപ്പെട്ട്, ഹോസ്പിറ്റലിൽ പോയിട്ട് ആൾക്കാർ മരിക്കുന്നില്ലേ? എന്താ ഇങ്ങനൊക്കെ പറഞ്ഞാല്? മരണവും ജീവിതമൊക്കെ, മരണമൊക്കെ അജലെത്തിയാ മരിക്കൂലേ? അള്ളാഹുവിന്റെ കലാവ് വന്നാ മരിക്കും. അത് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടോ ഔലിയന്റെ വെള്ളം കുടിക്കലായിട്ടോ അതിന് ബന്ധമൊന്നുമില്ല. പിന്നെ ചികിത്സിക്കാൻ പറഞ്ഞില്ലേ, ചികിത്സ 2ഉണ്ട്. ഭൗതിക ചികിത്സയുണ്ട്, ആത്മീയ ചികിത്സയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞേണ്ടി വന്നല്ലോ. എന്തായി നിങ്ങളുടെ സുന്നത്ത് ജമാഅത്ത്? ഒരു ടീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലില്ല, ചിലപ്പോ നേലുണ്ട്. വേറെ ടീം മരിച്ചു പോയി കഴിഞ്ഞാല് പ്രവാചകന്റെ മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്തതെല്ലാം നിലച്ചു. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞു തുടങ്ങിയ നിങ്ങൾ പോയി അള്ളാഹുവിന്റെ ഖദർ ഖദാഇൽ വിശ്വാസമില്ലാത്തിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആത്മീയ ചികിത്സകളെ എതിർക്കുന്നവർ, എഴുതിത്തള്ളുന്നവർ, ശിർക്കിനെ പുൽകാൻ വെമ്പൽ കൊള്ളുന്നവരാണ്, ഇവരെ സൂക്ഷിക്കണം. അതും ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ആത്മീയ ചികിത്സയെ എതിർക്കുന്നവർ ശിർക്കിനെ പുൽകാൻ നോക്കാണ്, അവരെ സൂക്ഷിക്കണം. ഇത് നിങ്ങൾക്കെതിരെ തന്നെ പണ്ടെഴുതിയതാണ്. അപ്പോ നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങളെ മുഷാവറയും നിങ്ങളെ ആളുകളും പണ്ഡിതന്മാര് വരെ ഇങ്ങനെ ഓരോ ദിവസവും വിശ്വാസത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വ്യതിചലിച്ചു പോവുകയാണ്. അതൊക്കെ പഴയകാല ആലിമീങ്ങളെ കണ്ണീരിന്റെ വിലയാണ് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കുറച്ചൊന്ന് അവരെ കരഞ്ഞിട്ട്, കോടതി പരിചയമില്ലാത്ത പണ്ഡിതന്മാർ, കേസും വകുപ്പുകളും പരിചയമില്ലാത്ത പണ്ഡിതന്മാർ, ഗൗരവവും സമരവും പരിചയമില്ലാത്ത പണ്ഡിതന്മാർ,
പോലീസ് പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിയോടെ കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വലൻ തജ്തലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ ആ ഒരു സുന്നത്ത് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്ന് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട്, അവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ ആളുകളെ കൊണ്ട് നിങ്ങൾ വിഷമിക്കുകയാ. അങ്ങനെ ഒരുപാട് ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിലിടക്ക് നമ്മളെ പേരോട് പറയാണ്, ഇപ്പൊ ത്വരീഖത്ത് ഇങ്ങനെ കൊടുക്കന്നെ കടല കൊടുക്കണമായി എല്ലായിടത്തും കൊടുക്കുകയാണ്. ആരെ കൊണ്ടാ അത് പറഞ്ഞത്? അത് പറഞ്ഞത് എ പി അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട്. മൂപ്പര് സമ്മേളനത്തിന് വിളിച്ചിട്ട് എല്ലാവർക്കും ത്വരീഖത്താണ് കൊടുത്ത്. അപ്പൊ പറയാണ് ത്വരീഖത്ത് കടല കൊടുക്കും പോലെ കൊടുക്കുക, എല്ലാരും ഇപ്പൊ ശൈഖന്മാരാവുകയാണ്. ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവരെ ശൈഖാണെന്ന് ഉറച്ച മുസ്ലിമിൽ തെറ്റിദ്ധരിച്ചു പോകണ്ട. മറ്റെന്തെങ്കിലും കുടുമാരുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, ആക്ഷേപമല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞുപോയ വലിയ വലിയ മറ്റെന്തെങ്കിലും കുടുമാരുണ്ടാക്കുന്നവർ, കുഴപ്പമുണ്ടാക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, ആക്ഷേപമല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞുപോയ വലിയ വലിയ മഹത്തുക്കൾ തങ്ങളടക്കം വരെ മഹാനവറുകൾ ഇന്നത്തെ പോലെ ഒരു പരസ്യമായ ത്വരീഖത്ത് കൊടുത്തിരുന്നെങ്കിൽ കേരളം മുഴുവൻ ബഹുമാനപ്പെട്ട മമ്പറുന്നങ്ങളും ത്വരീഖത്തുണ്ടാവുക. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് അതിന്റെ അർഹരായ ആളുകൾക്ക് അതിന്റെ സ്വഭാവത്തിൽ വളരെ രഹസ്യമായി ഉള്ള സമീപനമാണത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പേരില്ല ഇൽമുസ്സിറ് എന്നാണ്. രഹസ്യജ്ഞാനമാണ്. അതിങ്ങനെ കാഴ്ച ഈമാൻ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവരെ ശൈഖാണെന്ന് ഉറച്ച മുസ്ലിമിൽ തെറ്റിദ്ധരിച്ചു പോകണ്ട. അതിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ. അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ. അതേ സംശയാതരീഖത്തിനെ കുറിച്ച്, കൊച്ചൂര് തരീഖത്തിനെ സംബന്ധിച്ച്, കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച്, അങ്ങനെ പോയിട്ട് ശംസിയാ തരീഖത്തിനെ കുറിച്ച്, നൂറിഷാ തരീഖത്തിനെ കുറിച്ച്, അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാള് ചെയ്ത. അപ്പൊ ത്വരീഖത്തിന് ഒരു രഹസ്യ സ്വഭാവമാണ്. ഇൽമു സിറ് എന്നാണ് പറയാ. പരസ്യമായി ത്വരീഖത്ത് കൊടുക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിക്കുമ്പോ അവിടെ അതാ സമ്മേളനത്തിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഖാദിരിയ ത്വരീഖത്തും നഖ്ശബന്ദിയ ത്വരീഖത്തും റിഫായിയ ത്വരീഖത്തൊക്കെ പരസ്യമായിട്ട് പഠിക്കാം. അപ്പൊ പേരോട് പറയാണ്, കടല കൊടുക്കുന്ന മാതിരിയാണ് ഇപ്പൊ ത്വരീഖത്ത് കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് അധ്യക്ഷനായി നിൽക്കേണ്ട ആളെ മാറ്റിയത് എന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാരാണ്? തിരിയേണ്ടവർക്ക് തിരിയും. അങ്ങനെ എല്ലാവരെയും അവിടെ വെണ്ണക്കോട് ഒരു ഫൈസി അദ്ദേഹം അവിടെ എന്ത് ത്വരീഖത്തുണ്ടോ ഇല്ലെന്ന് അല്ലാഹു അഅലം ഒരു ദിക്ർ പഠിപ്പിച്ചിരുന്നു. യാമൻ ദംദമ അലൈഹിം റബ്ബുഹും, യാമൻ ദംദമ അലൈഹിം റബ്ബുഹും എന്ന് പറഞ്ഞ് ഒരു ദിക്ർ പഠിപ്പിച്ചപ്പോ ആ ദിക്ർ കുഫറാണ്, റിദ്ദയാണ് എന്നൊക്കെ പറഞ്ഞ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചു. അപ്പോ അതിനെ പറ്റിയിട്ട് സംസ്ഥാനയിലെ നജീബ് മൗലവിയോട് ചോദിച്ചു. പ്രസ്തുത കേന്ദ്രത്തിലെ അഥവാ ഫൈസിയുടെ കേന്ദ്രം പ്രസിദ്ധീകരിച്ച മുനാജാത്തിൽ യാമൻ ദംദമ അലൈഹിം റബ്ബുഹും എന്നൊരു വാക്യമുണ്ട്. ഇത് കുഫറും ഇതുകൊണ്ട് പ്രാർത്ഥിക്കൽ റിദ്ദത്തുമാണെന്ന് AP വിഭാഗം പണ്ഡിതന്മാർ ഇവിടെ പ്രസംഗിച്ചു. പേരോട് പ്രസംഗിച്ചതിനെ പറ്റിയാ പറഞ്ഞു.
അപ്പോ നജീബ് മൗലവിയുടെ മറുപടി ശരിയല്ല. കുഫ്രി റിദ്ദത്ത് ഹറാം എന്നതിൽ താഴെ മറ്റുള്ളവരുടെ പ്രവൃത്തിയെ പറ്റി ഒരു വിധിയും പറയാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ. എതിരാളികളെ പറ്റി പറയുമ്പോൾ ഇക്കാര്യങ്ങളൊന്നും അവര് ഗൗനിക്കാറേയില്ല. ആളെ വെറുതെ വ്യക്തിഹത്യ ചെയ്തിട്ട് മറ്റുള്ളവരെ പറ്റി കുഫറും ഹറാമും ആരോപിക്കാൻ AP വിഭാഗത്തിന് ഒരു മടിയുമില്ല. അത് സംസ്ഥാനയിലെ നജീബ് മൗലവി എഴുതി വെക്കുന്നു. വളരെ വ്യക്തല്ലേ? ആരാ നിങ്ങൾ അംഗീകരിക്കുക? ഒരാള് വെറുതെ വ്യക്തി തേജോവധം ചെയ്യാ, അയാൾ കുഫ്ർ പറഞ്ഞു എന്ന് പറയാ, അയാൾ റിദ്ദ പറഞ്ഞെന്ന് പറയാ, അയാൾ പൂജ നടത്തിയെന്ന് പറയാ. ഇങ്ങനെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാ, അവരും റബ്ബിനോട് പറയൂലേ ദുആഉൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. മഹാനായ റസൂലുള്ളാഹി ആക്രമിക്കപ്പെട്ട ദുആഇന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഹിജാബില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇത്തരം നല്ല ആളുകൾ, പട്ടിക്കാട് അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ആളുകൾ, അവരെ നിങ്ങൾ വിഷമിപ്പിക്കുമ്പോ, ഇല്ലാത്ത പച്ച നുണ പറഞ്ഞ് അവരെ തേജോവധം നടത്തുമ്പോൾ സദാസമയം ദിക്റിലായി മുഴുകുന്ന അവരൊന്ന് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. ആ കരങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. തല്ല് തുടങ്ങിയിട്ടുള്ളൂ, തല്ല് മുറുകാൻ തന്നെ ഇരിക്കുകയാണ്. അതാ നമ്മുടെ ഏലംകുളം റഷീദ് സക്കാഫി പറയുന്നു, മുഷാവറ 3 പൊട്ടാൻ പോവുകയാണ്. അതും പുറത്തു വന്ന് ഏലംകുളം റഷീദ് സക്കാഫി ഇവിടെ പ്രസംഗിച്ച് കുഴപ്പമുണ്ടാക്കിയ ആളാ. നിങ്ങൾക്ക് ഓർമ്മ ഇല്ലേ? ഇവിടെ പ്രസംഗിച്ചിട്ടില്ലേ? തന്നെയാൻ പുറത്താ. മൂപ്പര് പറയുന്നത് അടുത്ത് മുഷാവറ 3 പൊട്ടുമുണ്ട്. മുസ്ലിം സമുദായത്തിൽ ഇനിയൊരു ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് തേടാം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കൂടുതലായിട്ടൊന്നും ഞാനിപ്പോ പറയുന്നില്ല. സൂഫിയാക്കളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷമം അനുഭവിക്കുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി അവിടുത്തെ ഫത്താവൽ ഹദീസിയയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട് ഇമാം ബക്കാഇ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ, അന്നൽ ബക്കാഇക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, കാന മിൻ അകാബിരി അഹ്ലിൽ ഇൽമി, വലിയ പണ്ഡിതനായിരുന്നു ഇമാം ബക്കാഇ തങ്ങള്. വകാന ലഹു ഇബാദാത്തുൻ കസീറ, നല്ലോണം ഇബാദത്ത് ചെയ്തിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലോണം ഇൽമുണ്ട്. വലഖദ് സന്നഫ കുതുബൻ കസീറ, ഒരുപാട് കിതാബുകൾ ഇമാം ബക്കാഇ ഉണ്ടാക്കിയിട്ടുണ്ട്. അഫല്ലാഹു അൻ യൻഫഅ അഹദൻ മിൻഹാ, അതുകൊണ്ടൊന്നും ആർക്കും ഉപകാരം കിട്ടിയിട്ടില്ല. വലഹു കിതാബുൻ ഫീ മുനാസബാത്തിൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ യോജിപ്പിക്കുന്ന ഒരു കിതാബ് തന്നെ അദ്ദേഹത്തിനുണ്ട്. 10 ജുസ് ആണ്. ഇന്ന് വരെ ആ കിതാബ് ആർക്കും അറിയൂല. വലൗ കാന ഹാദൽ കിതാബു ലിശൈഖിനാ സക്കരിയ, ഈ കിതാബെങ്ങാനും എന്റെ ഉസ്താദ് സക്കരിയ അൻസാരിക്കുണ്ടെങ്കിൽ ലകാന യുക്തബു ബിദ്ദഹബി, അത് തങ്കലിപികളെ കൊണ്ട് എഴുതപ്പെടുമായിരുന്നു. അങ്ങനത്തെ ഇമാം ബക്കാഇ, അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? അദ്ദേഹം സൂഫിയാക്കളെ എതിർത്തു, ഇബ്നുൽ ഫാരിദ് തങ്ങളെ എതിർത്തു, അതുപോലെ ഇബ്നുൽ അറബി തങ്ങളെ എതിർത്തു. ഇതുകൊണ്ടാണ് മൻ അൻകറ അല സൂഫിയത്തി ലാ യൻഫഉല്ലാഹു ബിഇൽമിഹി, സൂഫിയാക്കളെ വിമർശിക്കുന്നവരെ ഇൽമു കൊണ്ട് അല്ലാഹു ഉപകരിപ്പിക്കൂല. അതാണ് ഇമാം ബക്കാഇ എന്ന് പറയുന്ന മഹാൻ ഉണ്ടായത്. എന്നിട്ട് നോക്കണം നിങ്ങൾ, ഈ ബക്കാഇ എന്ത് ചെയ്ത്? വലക്കത് അദ്ദൽ ബക്കാഇയ തഅസ്സുബു ഇലാ അൻ അൻകറ അലാ ഹുജ്ജത്തിൽ ഇസ്ലാമിൽ ഗസാലി. ബക്കാഇ പറഞ്ഞ് ഇമാം ഗസാലിയെ പറ്റി വരെ പറഞ്ഞു. ഗസാലിയെ പറ്റി പറഞ്ഞത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തുണ്ടായി? ഹത്താ ദഖല ലിയുസല്ലിമ അലാ ബഅദി അഹ്ലിൽ ഇൽമി, ഏതോ ഒരു റൂമില് ഒരു സൂഫി വര്യൻ ഇങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിനോട് സലാം പറയാൻ വേണ്ടി ബക്കാഇ കയറി ചെന്നു. ഇപ്പൊ വജദഹു ഫി മക്കാനിൻ ഖാലിൻ, സൂഫിയായ ആൾ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ, ഒന്ന് കയറി സലാം പറയാ എന്ന് വിചാരിച്ച് ബക്കാഇ കയറി ചെന്നപ്പോ
ഫഅഖദ ദാലിക റജുലു താസൂമതഹു ചെരിപ്പങ്ങ് ഊരിയിട്ട് വലറബ ബിഹൽ ബഖായിയ ബഖായിനെ ഒന്നാണ്ട് കൊടുത്ത്. ആര്? ഈ സൂഫിയായ മനുഷ്യൻ. എന്നിട്ട് പറയുന്നു അൻതൽ മുൻകിറു അലൽ ഗസാലി, നീയാണോ ഗസാലി ഇമാമിനെ വിമർശിച്ചത് എന്ന് പറഞ്ഞിട്ട് തല്ലങ്ങ് കൊടുത്തു. എത്രത്തോളം ഹത്താ ജാ അന്നാസ്, ജനങ്ങളൊക്കെ വന്ന് വഖല്ലസൂഹു മിൻഹു, ജനങ്ങളൊക്കെ വന്ന് മൂപ്പരെ പിടിച്ചുകൊണ്ടുപോയി. അന്ന് സൂഫിയാക്കളെ എതിർത്തവർക്ക് ചെരുപ്പ് ഊരി തല്ലാണെങ്കിൽ ഇന്ന് ചെരുപ്പ് ഇട്ട് ചവിട്ടാണ് കൊടുക്കുന്നത്. നോക്കണേ നിങ്ങൾ, സൂഫിയാക്കളെ വിമർശിച്ചവർ എത്ര വലിയവരാണെങ്കിലും അവരെ വകവെക്കില്ല, അവരെ വിലവെക്കില്ല, അവരെ കൊള്ളൂല എന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചോര കലർന്ന പുസ്തകം മേലിൽ പ്രസിദ്ധീകരിക്കരുത്. ഇനി പ്രസിദ്ധീകരിക്കൂല ഉറപ്പാണ്, എങ്കിലും ഒരു ഉണർത്തൽ നിങ്ങളോട് പ്രത്യേകം നടത്തുകയാണ്. ഇതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമല്ലേ? അവസാനം നിങ്ങൾ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കത്തൂല എന്നാണെങ്കിൽ അത് ജീവിതകാലത്താണ്, വഫാത്തിന്റെ ശേഷം അത് കത്തും. വഫാത്തിന്റെ ശേഷം അങ്ങനെ ഒരു പ്രത്യേകത അതിനില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ പിന്നെ എന്തിനാ ആ വെള്ളം നിങ്ങൾ ഉമ്മാക്ക് കൊടുത്തത്? അതും മരിക്കണ നേരത്ത്. എത്ര വലിയ ഗൗരവമുള്ള വിഷയ! അതിന് പ്രത്യേകത ജീവിതകാലത്തെ ഉള്ളൂ, വഫാത്തിന്റെ ശേഷം ഇല്ലാതെ പറയാ. എന്നിട്ട് അത് മുഖ്യ വെള്ളം ഉമ്മാക്ക് കൊടുക്കുക. അത് കൊടുത്തത് മൂപ്പര് ലാസ്റ്റാ പറഞ്ഞിട്ടോ. ആദ്യം മൂപ്പര് ജിഷാനോട് പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താണ് ഇതൊക്കെ കഥ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞ റൂട്ടിലൂടെ പോകായിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് എന്ന് പൊട്ടി ചിരിച്ച് മൂപ്പര് ജിഷാനോട് പറയുന്നുണ്ട്. ആ ചിറിയൊക്കെ ഇങ്ങനെ കേട്ടാലേ 4 മദ്ഹബിലും ഫത്വ കൊടുക്കുന്ന ആൾക്കാർ ഉമ്മായി ചിറിയൊക്കെ ചിരിച്ചാല് സുബ്ഹാന ജല്ല ജലാലു. അല്ലെങ്കിൽ തന്നെ ഹാഫിദിനെ വിമർശിച്ച അന്ന് AP ചോദിച്ചല്ലോ, എന്തിനാ ഈ പൊന്മളങ്ങനെ എല്ലാരും വിമർശിക്കാൻ നിൽക്കുന്നത്? കാരണം ജിഷാനോ അതാ പൊന്മളിനോട് പറയുന്നു, 1-ാം മുരീദ് ഹാഫിദിന്റെ 1-ാം മുരീദ് AP ഉസ്താദാണ്, 2-ാം മുരീദ് ചെറിയ പി ആണ്. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗം. മറ്റൊരു ഭാഗത്താണെങ്കിലോ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കിടക്കൊക്കെ നയലുണ്ടാകും. എന്താ ഇവരൊക്കെ ഇങ്ങനെ പറയണത്? ഇവരല്ലേ വലിയ സുന്നികളായിട്ട് നടന്നിരുന്ന, വാദപ്രതിവാദത്തിലുണ്ടോ ഖണ്ഡനത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നിരുന്ന ആൾക്കാര് അങ്ങോട്ട് മുജാഹിദിന്റെ വാദം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടക്കിടക്കൊക്കെ നയലുണ്ടാകും. ഈ പുസ്തകം തന്നെ, ഈ ചുവന്ന പുസ്തകം തന്നെ എത്രയോ ദിവസങ്ങൾ പറയാനുണ്ട്. ചുരുക്കിയതാണ് ഞാനിപ്പോ വളരെ വൈകിപ്പോയി. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതൊക്കെ ഒരിക്കലാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആരും അള്ളാഹുവിന്റെ ഔലിയാക്കളെ സൂഫിയാക്കളെ ഒന്നും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ഇമാമിന്റെ കഥ പറഞ്ഞില്ലേ, എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കുക. എവിടെങ്കിലും ഒരാൾ ദിക്റ് ചൊല്ലിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ ദിക്റ് ചൊല്ലിക്കോട്ടെ. മൂപ്പര് ഏതാ ത്വരീഖത്ത്, മൂപ്പരെ രഹസ്യങ്ങൾ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് അദ്ദേഹത്തെ വ്യക്തി തേജോവധം ചെയ്യരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ളുക്കും ബഅ്ളാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. AP വിഭാഗത്തിലുള്ള എന്റെ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. നമുക്കൊക്കെ ഒന്ന് ദുആ ചെയ്യാം. എന്തോ പറയണ്ട ജല്ലോ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ അല്ലാമുൽ ഗയൂബായ റഹ്മാനെ, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും എന്റെ മശായിഖന്മാരുടെ ഖദമിലായി നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്.
അവരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാ. സമസ്തയിൽ നിന്ന് കഴിഞ്ഞുപോയ ഉലമാ അവരോടൊക്കെ ഒപ്പം ഞങ്ങൾ നീ ജന്നാത്തുൻ നഈമിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ ശർറിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. ഭിന്നിപ്പുണ്ടാക്കുന്നവരെ നീ തകർത്ത് കളയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും നിന്റെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.